ഹലോ വെൽക്കം ബാക്ക് ടു ലേണിംഗ് നോ. KTU ബിടെക് S1 എക്സാംസ് എഴുതാൻ പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾ എക്സാംസ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം ഫസ്റ്റ് ടൈമാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകാൻ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. എല്ലാവർക്കും എക്സാമിൻ്റെ ഒരു തിരക്കിലാണെന്ന് അറിയാം, എന്നാലും ഞാൻ പെട്ടെന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ടൈമിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, അത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. അതിൽ പാർട്ട് എ ക്വസ്റ്റ്യൻസ്, പാർട്ട് ബി ക്വസ്റ്റ്യൻസ്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതിൽ നമ്മൾ പഠിച്ചത് എത്രയാണ്, അപ്പോൾ നമുക്ക് എത്ര ടൈം വെച്ച് എഴുതാൻ പറ്റുന്നൊക്കെയുള്ള ഒരു ജസ്റ്റ് ഒരു ഐഡിയ, ആദ്യത്തെ ഒരു കുറച്ച് സമയം മതി ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യന് ഇപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക, ചെയ്ത് നമുക്ക് ആൻസർ തെറ്റി, വീണ്ടും ആ ക്വസ്റ്റ്യനിൽ തന്നെ കുറേ സമയം നമ്മൾ വേസ്റ്റ് ചെയ്ത് നമുക്കൊരു ഉത്തരം കിട്ടാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ആൻസർ കൃത്യമായിട്ട് എഴുതാനുള്ള ടൈം ഇല്ലാതെ പോകും. അപ്പൊ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നന്നായിട്ട് എഴുതുക. ഇൻ കേസ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് ആയി ഇനി അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറെ ടൈം അതിൽ തന്നെ സ്പെൻഡ് ചെയ്യാതെ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ആൻസേഴ്സ് എഴുതാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ടൈമിന്റെ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് അവസാനത്തെ ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ കുറെ ചോദ്യങ്ങൾ എഴുതാനായിട്ട് ഇനി ഇത് കഴിയില്ല എന്നൊക്കെ ആകുമ്പോൾ ഭയങ്കര ടെൻഷനാവും. അറിയുന്ന ചോദ്യങ്ങൾ പോലും കൃത്യമായിട്ട് എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പൊ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതുക. പലർക്കും പറ്റുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പ്രോബ്ലത്തിലൊക്കെ ചിലപ്പോൾ യൂണിറ്റ് മാറിപ്പോവും, ചിലപ്പോൾ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോക്കി എടുത്ത് എഴുതുന്നത് മാറിപ്പോവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മാറിപ്പോവും. അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ എഴുതുക. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണോ, അതോ 5 ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമുക്കൊരു 6 ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിന് 5 എണ്ണമാണോ എഴുതേണ്ടത്, അത് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. അതുപോലെ പാർട്ട് ബി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ രണ്ട് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ ചിലവരുടെ ടെൻഷനിൽ ഒരേ ഇതിൽ തന്നെ 2 ഓറും എഴുതി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. പിന്നെ ഈ ഓർ ക്വസ്റ്റ്യൻസ് തരുന്നവർ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി ഓക്കെ എന്നാ പിന്നെ ഇതിനകത്ത് മാർക്ക് കിട്ടുന്നൊക്കെ വിചാരിക്കേണ്ട. ഇതൊക്കെ വാല്യൂ ചെയ്യുന്നവർ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടേ വാല്യൂ ചെയ്യുള്ളൂ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ആൻസറിങ്. അതായത് നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഇപ്പൊ ചിലർ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ ഓർഡറിൽ ആൻസർ ചെയ്യുന്നവരുണ്ട്. അല്ലാതെ ഓക്കെ കൂടുതൽ മാർക്ക് ഉള്ളത് പാർട്ട് ബി കൂടുതൽ മാർക്ക് ഉള്ളത് ഫസ്റ്റ് ആൻസർ ചെയ്തിട്ട് പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇനി ഇതല്ലാതെ ഒരു ഓർഡറും ഇല്ലാതെ അവിടുന്ന് ഇവിടുന്ന് അറിയാവുന്ന ചോദ്യങ്ങൾ റാൻഡം ആയിട്ട് എഴുതുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വലിയ കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. രണ്ട് കാര്യങ്ങളാണ്, ആൻസർ എഴുതി എല്ലാ ആൻസേഴ്സും എഴുതി കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് റീചെക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നല്ല നീറ്റ് ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം എഴുതുക എന്നുള്ളതും തെറ്റൊന്നുമില്ല. പാർട്ട് ബി ഫസ്റ്റ് എഴുതിയതിനു ശേഷം പാർട്ട് എ കുറച്ച് മാർക്ക് ഉള്ളത് ലാസ്റ്റ് എഴുതാന്ന് വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ വളരെ റാൻഡം ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കൺഫ്യൂഷൻ ആവും, നമ്മൾ ഏതൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തില്ല, ഒരു ഓർഡർ ഇല്ലാതെ ആവുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടി, നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ അതിൽ അറിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഭയങ്കര ടഫ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല, നമ്മൾ കോൺഫിഡന്റ് ആയിട്ടുള്ളത് തന്നെ ആദ്യം എഴുതാം. എനിവേ നമ്മുടെ ആൻസർ ഷീറ്റിൽ ഫസ്റ്റ് പേജിലൊക്കെ ഉള്ളത് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ തന്നെ അതിൽ കുറെ വെട്ടും തിരുത്തും ഒക്കെ ആയിട്ട് ഉള്ള ഒരു പ്രസന്റേഷൻ നമുക്കൊരു ഇംപ്രഷൻ കിട്ടില്ല. അപ്പൊ നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ളത് തന്നെ ഫസ്റ്റ് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പോയിന്റ്സ് ഒക്കെയാണ് എഴുതുന്നുണ്ടെങ്കിൽ ബുള്ളറ്റ്സ് നമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ട് പ്രസന്റ് ചെയ്യാം. ഫിഗേഴ്സ്, ഏതൊക്കെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിഗേഴ്സ് വരയ്ക്കാൻ പറ്റും ആ ചോദ്യങ്ങളിലൊക്കെ ഫിഗർ വരയ്ക്കണം. അതേപോലെ തന്നെ ടേബിൾ, ഇപ്പൊ കമ്പയർ ബിറ്റ്വീനോ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ടേബിൾസ് വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് ഒരു സൈഡിലായിട്ട് ആ കാൽക്കുലേഷൻസ് ചെയ്ത് ആൻസർ കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാം. തെറ്റിക്കഴിഞ്ഞാൽ കുറേ അധികം സ്ട്രൈക്ക് ചെയ്ത് ആൻസർ എവിടെയാണ് ഉത്തരം എന്ന് കാണാത്ത രീതിയിൽ കുറെ സ്ട്രൈക്ക് ചെയ്ത് വെക്കരുത്. ഒറ്റ സ്ട്രൈക്ക് ചെയ്യുക, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ അത് കറക്റ്റ് ആയിട്ട് എഴുതാം. ഫൈനൽ ആൻസർ ഒക്കെ കിട്ടുന്ന സമയത്ത് അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
ജസ്റ്റ് ഒരു ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യുന്ന പാറ്റേൺ വളരെ ഇംപ്രസീവ് ആക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വാരി വലിച്ച് കുറേ പേജസ് എഴുതിയോണ്ട് മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട, അതൊരു ടെക്നിക്കൽ എക്സാം അല്ലേ. അപ്പോൾ പോയിന്റ്സിനാണ് അവിടെ മാർക്ക്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം പോയിന്റ്സിനാണ് മാർക്ക് കിട്ടുക. ഫിഗേഴ്സിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊരു ചോദ്യത്തിൽ ഇപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ ചോദിക്കുമ്പോൾ ആ ഫിഗർ വരച്ച് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്താൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു ചോദ്യം നമ്മൾ എഴുതുന്ന സമയത്ത് അത് പാർട്ട് എയിലെ ഒരു 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണോ, അല്ലെങ്കിൽ ഒരു 10 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണോ, ആ മാർക്കിനനുസരിച്ച് വേണം നമ്മൾ ആൻസർ എഴുതാൻ. ഇപ്പൊ പാർട്ട് എയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിന് വേണ്ടി നമ്മൾ ഒരുപാട് ഒരു 10 മാർക്കിനൊക്കെ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല. അതിന് മാക്സിമം 3 മാർക്ക് 4 മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ എത്ര മാർക്കാണോ ആ ചോദ്യത്തിന് എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. പിന്നെ നമുക്ക് അറിയാത്തൊരു ചോദ്യത്തിന് നമ്മൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന്റെ ആൻസർ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടൊന്നും നമുക്ക് മാർക്ക് കിട്ടില്ല. അതൊക്കെ വെറുതെ നമ്മുടെ സമയം കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് മാർക്കിൽ വേരിയേഷൻ വരും. അതേപോലെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈവൻ ഫൈനൽ ആൻസർ തെറ്റിയാൽ പോലും സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെപ്സിന് മാർക്ക് കിട്ടും. അപ്പൊ അതൊക്കെ പ്രസന്റ് ചെയ്യുന്നതിന്റെ ഒരു അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചതിന് ശേഷം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതാം. എക്സാമിന് പോകുമ്പോൾ ഹാൾ ടിക്കറ്റ്, നമുക്ക് ആവശ്യമായിട്ടുള്ള പെന്ന്, പെൻസിൽ, കാൽക്കുലേറ്റർ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ക്യാരി ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. താങ്ക് യു.